നമസ്കാരം. എടാ മുണ്ടുപൊക്കി എതുമോനെ, നീ ഇങ്ങോട്ട് വാ മോനെ. നിന്നെക്കുറിച്ചുള്ള പുതിയ വാർത്താ വിവരങ്ങൾ നീ അറിഞ്ഞു കാണുമെന്ന് വിചാരിക്കുന്നു. നിന്റെ ലീലാവിലാസങ്ങൾ എങ്ങനെ സ്ത്രീകളെ കാണുമ്പോഴുള്ള നിന്റെ ആ ത്രസിക്കുന്ന ഞരമ്പും അതിനെ തുടർന്നുണ്ടാകുന്ന നീ കാണിക്കുന്ന ചേഷ്ടകൾ കുലസ്ത്രീകളെ കാണിക്കുമ്പോൾ അല്ലെങ്കിൽ നിന്റെ ഫോളോവേഴ്സിലുള്ള ആ കുലപുരുഷന്മാരോടൊപ്പം താമസിക്കുന്ന സ്ത്രീകളോട് നീ കാണിച്ചാൽ അവർ ഹരം കൊള്ളുമെന്ന് അവർ അവകാശപ്പെടുന്ന അതേ ചേഷ്ടകൾ കാണിച്ചതിനെ സംബന്ധിച്ച് ഒരു റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. അറിഞ്ഞായിരുന്നു? മേയർ ആര്യ രാജേന്ദ്രൻ പറഞ്ഞ പരാതി പോലീസ് ആ സംഭവത്തെ ഒന്ന് പുനഃസൃഷ്ടിച്ച് നോക്കിയപ്പോൾ ആ പരാതിയിൽ കഴമ്പുണ്ട്. അങ്ങനെ നീ ചേഷ്ട കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് കാറിൽ യാത്ര ചെയ്യുന്നവർക്ക് കാണാൻ പറ്റും. നീ എന്തൊക്കെ ആയിരുന്നു നിന്റെ മറ്റേ സംഘി ഫോളോവേഴ്സിനെ കൊണ്ട് തള്ളിച്ച് മറിച്ചത്. എന്തൊക്കെ ന്യായീകരണങ്ങൾ. ആ ന്യായീകരണങ്ങളെല്ലാം പൊളിഞ്ഞടുങ്ങുകയാണ്. നീ ഞരമ്പ് രോഗിയാണെന്നും നീ മൊണ്ടുപൊക്കിയാണെന്നും നീ കാണിക്കുന്ന കറാമ്പറപ്പുകളെ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ വാഹനത്തിലിരുന്ന് ചോദ്യം ചെയ്യുന്നവർക്കെതിരെ ലൈംഗിക ചേഷ്ടയും അല്ലെങ്കിൽ തെറി അഭിഷേകവും നടത്തുന്നവനാണെന്ന് ബോധ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. സ്വാഭാവികമായിട്ട് സത്യം കുറച്ച് വൈകിയാലും ചെരുപ്പിട്ട് പുറത്തേക്ക് വരും. കള്ളം ചെരുപ്പിട്ട് ഒരു 3-4 റൗണ്ട് ചുറ്റിക്കഴിഞ്ഞു. അതായത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ബസ് തടഞ്ഞത് കുറ്റം, അതിനകത്ത് യാത്രക്കാരുണ്ടായിരുന്നതായിരുന്നു പ്രശ്നം. ഇവൻ ചെയ്ത തെമ്മാടിത്തരം എല്ലാം മഹത്തരമായിരുന്നു. ഇവൻ നേരത്തെ ചെയ്ത തെമ്മാടിത്തരവും മഹത്തരമാക്കി ചിത്രീകരിച്ചിരുന്നവർ ഇപ്പോ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കുതിച്ചു ചാടി വരാനുള്ള സാധ്യതയുണ്ട്. കുതിച്ചു ചാടി വരണമല്ലോ. ചട്ടിമറിയയ്ക്ക് വേണ്ടി ഇവർ വന്നില്ലേ? റോബിൻ ബസ്സിന് വേണ്ടി ഇവർ വന്നില്ലേ? ഇവർ അരിക്കൊമ്പന് വേണ്ടി വന്നില്ലേ? ഇവർ ഏറ്റവും ഒടുവിൽ ഇപ്പോ ഇവന് വേണ്ടി വരുമ്പോഴും ഇവിടത്തെ ഞരമ്പ് രോഗികളുടെ ഒരു എണ്ണ എത്രത്തോളം ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയാണ്. നീതിയും ന്യായവുമല്ല. അതായത് ബസ് തടഞ്ഞു, ക്ഷീണിച്ച് വണ്ടി ഓടിച്ചു വരുന്ന ആ ബസ്സും സീബ്ര ലൈനിൽ തടഞ്ഞ നിയമവിരുദ്ധതയും അതിനകത്ത് യാത്ര ചെയ്യുന്നവരുടെ ന്യായമായിട്ടുള്ള അവകാശം ഇതൊക്കെയാണല്ലോ ഇവർ ഈ മുണ്ടുപൊക്കിയെ ന്യായീകരിക്കാൻ വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇവൻ ചെയ്ത തെമ്മാടിത്തം, ഇവൻ അപകടകരമായി ഡ്രൈവ് ചെയ്ത അവസ്ഥ, അതെല്ലാം റദ്ദാക്കപ്പെട്ടു. മേയർ ആയതുകൊണ്ടും സച്ചിൻ ദേവ് ആയതുകൊണ്ടും രണ്ട് ഇടതുപക്ഷത്തിന്റെ ജനപ്രതിനിധികളായതുകൊണ്ട് അവരെ ആക്രമിക്കാൻ വേണ്ടി ഈ മുണ്ടുപൊക്കി എടുത്ത് അങ്ങ് തോളിലിരുത്തുക, അവൻ പറയുന്നത് വേദവാക്യമായിട്ട് ആഘോഷിക്കുക, എത്ര കാര്യങ്ങൾ മാറ്റി പറഞ്ഞു. അതൊന്നും ഒരു പ്രശ്നമല്ല. കാര്യം സംഘികൾക്ക് എന്ന് പറഞ്ഞാൽ അതാണ് അവരുടെ ഒരു രീതി. അവർ ഇപ്പൊ പറഞ്ഞ കാര്യം മാറ്റി പറഞ്ഞാലും അതൊക്കെ അവരുടെ ഒരു കുലമഹിമയാണ്, അവരുടെ ഒരു രീതിയാണ്. അതൊരു വിഷയമുള്ള കേസല്ല. സത്യം പറയുന്നവരോ അല്ലെങ്കിൽ അവർക്ക് നേരെ നടന്ന ആ അതിക്രമം, മോശമായിട്ടുള്ള പെരുമാറ്റം ചോദ്യം ചെയ്യാനോ പാടില്ല. ഒരു ഫോൺ എടുത്ത് വിളിച്ചിരുന്നെങ്കിൽ പക്വമതിയാകില്ലായിരുന്നു. നിങ്ങൾ എന്തിനാണ് അപക്വമായിട്ട് പെരുമാറുന്നത്? പക്വതയോടുകൂടി പെരുമാറണ്ടേ. എങ്ങനെ ഇവരുടെ പക്വതയായിട്ടുള്ള പെരുമാറും പല സമരത്തിലും നമ്മൾ കണ്ടിട്ടില്ലേ? എത്ര പക്വമതികളാണ് ഈ പറയുന്ന വാചകം അടിക്കുന്നവരെല്ലാം, മോശമായിട്ടുള്ള ഇടപെടലുകൾ നടത്തുന്നവരെല്ലാം. അതായത് ചട്ടിമറിയെ പോലെ ഒരു സ്ത്രീയെ കൊണ്ടുവന്നിട്ട് ഒരു മാധ്യമ പ്രവർത്തകയെ അവഹേളിച്ച രീതി നിങ്ങൾ കണ്ടില്ലേ? എന്തൊക്കെയാണ് അവരെ കുറിച്ച് വിളിച്ചു പറയിച്ചത്. അവരെല്ലാം ഇവർ വാഴ്ത്തുപാട്ട് പാടും. കാര്യം അങ്ങനെയാണ് ഇവരുടെ ഒരു പാരമ്പര്യം. ഇവരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്നതല്ലേ കാണാൻ പറ്റുള്ളൂ. പക്ഷേ എന്ന് കരുതിക്കൊണ്ട് കുറച്ച് സമയം ഒരു ഊളയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ഈ നാട്ടിലെ ഏറ്റവും വലിയ ഒരു ഞരമ്പ് രോഗിക്ക് വേണ്ടി ഇവർ ഈ കൂത്താട്ടമൊക്കെ നടത്തിയെന്ന് കരുതിക്കൊണ്ട് എല്ലാവരും ഇതങ്ങ് വിശ്വസിച്ചെന്നോ അല്ലെങ്കിൽ അതോടുകൂടി ആര്യ രാജേന്ദ്രന് ഇടതുപക്ഷത്തിന്റെ ജനപ്രതിനിധികളെല്ലാം അപ്രസക്തമായി എന്ന് ആശ്വസിക്കുന്നവർക്ക് ഇനി ഈ മുണ്ടുപൊക്കി യദുവിനെ ഏറി കയറ്റാൻ പോകുന്നത് എങ്ങനെയാണെന്ന് ഈ കൂടെ നിൽക്കുന്നവർക്ക് അറിയണ്ട. അവർക്ക് ഒരു അവസരം കിട്ടി, അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വ്യക്തിക്കുണ്ടായിരിക്കുന്ന ജനകീയ മുഖം, വ്യക്തിക്കുണ്ടായിരിക്കുന്ന ജനപിന്തുണ, വ്യക്തി ഉണ്ടാക്കിയിരിക്കുന്ന സ്വാധീനം, ഇതൊക്കെ നഷ്ടപ്പെടുത്താൻ പറ്റുമോ എന്നുള്ളതാണ് കാര്യം. ഞങ്ങളെ കൊണ്ട് ഇത് പറ്റുന്നില്ലല്ലോ. ഞങ്ങൾ മുണ്ടുപൊക്കിയിട്ട് ആ മുണ്ടിന്റെ ഇടയിൽ കയറിയിരുന്ന് ഓരിയിടാനല്ലാതെ ഞങ്ങൾക്ക് ജനങ്ങളുടെ ഇടയിൽ നിന്നുള്ള യാതൊരു തരത്തിലുള്ള സ്വാധീനവും സൃഷ്ടിക്കാൻ പറ്റുന്നില്ല. അപ്പോ എന്ത് ചെയ്യണം? മുണ്ടുപൊക്കിയെങ്കിൽ മുണ്ടുപൊക്കി. ആ രീതിയിൽ ആഘോഷിച്ചവർക്കാണ് ഇപ്പോ കരണം പുകയ്ക്കുന്ന രീതിയിൽ പോലീസിന്റെ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. അതായത് ഇത്രയും ദിവസം ഈ മുണ്ടുപൊക്കി പറഞ്ഞിരുന്നത് ഈ ചെറിയ വണ്ടിയിൽ ഇരിക്കുന്നവർക്ക് മുകളിലിരുന്ന് ഞാൻ ചേഷ്ട കാണിച്ചാൽ കാണാൻ പറ്റൂല, ലൈറ്റ് അടിച്ച് ലൈറ്റിന്റെ വെട്ടത്തിൽ കാണാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാകുന്നു. പോലീസ് ഇന്നലെ പട്ടം മുതൽ ഈ സംഭവം നടന്ന സാഫല്യം കോംപ്ലക്സ് വരെ, പാളയം വരെ ഇതേ സമാനമായിട്ടുള്ള സംഭവം ഒന്ന് പുനരാവിഷ്കരിച്ചു. ഒരു KSRTC ബസ്സും ഇതുപോലൊരു കാർ ഉപയോഗപ്പെടുത്തി കൃത്യമായി ബോധ്യപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ എന്ത് തെമ്മാടിത്തരം ഒരു ഡ്രൈവർ കാണിച്ചാലും പിന്നീട് ഇങ്ങനെ എനിക്കൊരു മറയുണ്ട് ഇത് പറഞ്ഞ് ന്യായീകരിക്കാമെന്ന് പോലും പഠിച്ചു വെച്ചിരിക്കുന്ന ആ പഠിച്ച കള്ളൻ അല്ലെങ്കിൽ ഞരമ്പ് രോഗി. കാര്യം ഞരമ്പ് രോഗി എന്ന് ആവർത്തിച്ച് പറയേണ്ടി വരുന്നത്. ഒരു മികച്ച മനുഷ്യനായിരുന്നെങ്കിൽ ആ കൂടെ താമസിക്കുന്ന ഭാര്യയെങ്കിലും ഒപ്പം കാണുമായിരുന്നു. ആ സ്ത്രീ പോലും ഈ 4 ചുവരുകൾക്കുള്ളിൽ സഹിക്കാൻ പറ്റാതെ ഇറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ ഇവ എത്രമാത്രം ഒരു ടെറർ ആണെന്ന് മനസ്സിലാക്കാൻ സാമാന്യ യുക്തി മതി. പിന്നെ ഈ ദൈവം സഹായിച്ച നമ്മുടെ ഈ സംഘപുത്രന്മാർക്കും അല്ലെങ്കിൽ ഞരമ്പ് ഫാൻസുകാർക്കൊന്നും കാര്യം പറഞ്ഞാൽ മനസ്സിലാകില്ല. അവരുടെ
ഈ സംശയങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ വിദഗ്ധമായിട്ടുള്ള സംശയമാണ്. ഈ ഒഴുക്കിനനുസരിച്ച് ഇങ്ങനെ നീന്തിയുള്ള ശീലമാണ്. അവർക്ക് അതിനപ്പുറത്തേക്ക് മാറി ചിന്തിക്കുക കഴിവില്ലാത്തതാണ്. അതുകൊണ്ട് അവരെ തിരുത്താൻ പറ്റില്ല. അവരെ തിരുത്തനേക്കാളും കോവർ കഴുതെ തിരുത്തുന്നതാണ് ഏറ്റവും നല്ലതെന്ന് പറയേണ്ടി വരികയാണ്. അപ്പോ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വരും ദിവസങ്ങൾ ഞരമ്പന്റെ ഊപ്പാട് വരാൻ പോവുകയാണ്. ഞരമ്പൻ നടത്തിയ തെമ്മാടിത്തരം അതിനെ മറയ്ക്കാൻ വേണ്ടി അവൻ മെമ്മറി കാർഡും കൂടി അടിച്ചുകൊണ്ട് പോയതിനു ശേഷം ഇപ്പോ അവൻ പറയുന്ന കഥകൾക്കെല്ലാം വലിയ പ്രാധാന്യം കൊടുത്ത് മാപ്രകൾ ആഘോഷിച്ചതിന് ശേഷം മാപ്രകൾക്ക് അതിൽ വാർത്തയുടെ എലമെന്റ് കുറഞ്ഞു, അതിന് വേണ്ടത്ര പ്രേക്ഷക പിന്തുണ അല്ലെങ്കിൽ കാഴ്ചക്കാരെ കിട്ടുന്നില്ലെന്ന് കണ്ടപ്പോ പയ്യെ അങ്ങ് താഴെ ഇട്ടു. അതുപോലെ തന്നെയാണ് സംഘികളും. ചട്ടിമറിയപ്പ് എവിടെയാണ്? റോബിൻ എവിടെയാണ്? നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞോ? അതൊന്നും ഇനി നിങ്ങൾ അറിയാൻ പോകുന്നില്ല. കാര്യം അവർക്ക് ഓരോ സാഹചര്യത്തിനനുസരിച്ച് പിരിവെടുക്കാനും അവർക്ക് ഈ പേജിന്റെ ഫോളോവേഴ്സ് കൂട്ടാനും അവരുടേതായ കാര്യങ്ങൾ നടത്തിയെടുക്കാനും അവർക്ക് ആരെങ്കിലും ഒക്കെ ആക്ഷേപിക്കാനും ഒരു അവസരം. അതിനപ്പുറത്തേക്ക് ഒരു ചുക്കും ചുണ്ണാമ്പും അതിലില്ല. ആ ഞരമ്പ് രോഗി ചെയ്ത അല്ലെങ്കിൽ ആ ഒരു സാമൂഹിക വിരുദ്ധൻ അവൻ ആ ബസ്സിനകത്ത് ഇരുന്നുകൊണ്ട് നടത്തിയ പ്രവർത്തനം അത് തോന്നിവാസമാണെന്ന് ഇപ്പോൾ തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. ഇനിയിപ്പോ സീബ്രാനല്ല എവിടെ വെച്ച് ഇനി ഏത് പൊന്നുമോൻ കാണിച്ചാലും ഇങ്ങനെ തന്നെയാണ് ആ വിഷയത്തിൽ പ്രതികരിക്കേണ്ടത്. ആ പ്രതികരിച്ച ആര്യ രാജേന്ദ്രന് വരും ദിവസങ്ങളിൽ താൻ ചെയ്ത പ്രവർത്തനങ്ങൾ ശരിയാണെന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്താനുള്ള അവസരം ഉണ്ടായി വരികയാണ്. ചിലപ്പോ ഇത് ആഘോഷിക്കപ്പെടില്ലായിരിക്കും. കാര്യം നമുക്ക് ആഘോഷിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ ഏതാണ്? ഇടതുപക്ഷ പ്രതിനിധികൾക്കെതിരെ എന്തെങ്കിലും സംഭവം വന്നാൽ അതിനെ നമ്മൾ പൊക്കി അടിച്ചുകൊണ്ട് ജനങ്ങൾക്കിടയിൽ അവർക്കെതിരെ തെറ്റിദ്ധാരണ ഉണ്ടാക്കണം. അതിനപ്പുറത്തേക്ക് നിങ്ങൾ നടത്തിയിരിക്കുന്ന സകല വൃത്തികെട്ട നാടകങ്ങളും വൃത്തികെട്ട പ്രചരണങ്ങളും പൊളിഞ്ഞടുങ്ങി ആ മുണ്ടുപൊക്കി നിയമത്തിന്റെ മുന്നിൽ തുണി ഉരിഞ്ഞു നിൽക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണെന്ന് ഇപ്പോ ബോധ്യപ്പെടുകയാണ്.